നമസ്കാരം. CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് CMRLിലെ ഓഫീസുകളിലും മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ വീടുകളിലും മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള വീടിലും നിലവിലിപ്പോൾ EDയുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷന് മുന്നിലാണ്. അതായത് മുൻ മുഖ്യമന്ത്രി നിലവിലുള്ള പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വാടക വീടിന് മുൻപിലാണ്. ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി CPMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നിലവിലിപ്പോൾ എത്തിയിരിക്കുകയാണ്. മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, അതുകൂടാതെ നിലവിലുള്ള MLA ആയ VS ജോയ്, മുൻ MLA ആയ VK പ്രശാന്ത് ഉൾപ്പെടെ ഉള്ള പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയും സഖാക്കളും എല്ലാവരും തന്നെ നിലവിലിപ്പോൾ ഈ ഒരു ED റെയ്ഡിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു റെയ്ഡ്, EDയുടെ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണം തന്നെയാണ് CPM ഉന്നയിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടും എന്നാണ് CPM നമ്മളോടും വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലവിലുള്ള തീരുമാനം. ഇവിടെ പ്രതിഷേധം റോഡിൽ കുത്തിയിരുന്നവരെ ആയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലവിലുള്ള വാടക വീടിന്റെ മുൻപിലേക്ക് തലസ്ഥാനത്ത് നിന്നുള്ള നിരവധി സഖാക്കളും നിലവിലിപ്പോൾ ഇങ്ങോട്ട് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. പ്രമുഖ നേതാക്കളുടെ തൊട്ട് പിറകിലായി നിരവധി സാധാരണക്കാരുൾപ്പെടെയുള്ള CPM പ്രവർത്തകർ നിലവിലിപ്പോൾ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. SFIയുടെ നേതാക്കൾ ഉൾപ്പെടെ, വസിഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലവിലിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓട്ടോ തൊഴിലാളികൾ മുതൽ ചുമട്ട് തൊഴിലാളികൾ വരെയുള്ള CPMന്റെ അടിത്തട്ടിലുള്ള പ്രവർത്തകർ നിലവിലിപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവും, അതായത് ED റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി പിണറായി വിജയന്റെ വാടക വീടിന് മുൻപിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ പ്രതിഷേധം അതിര് കടക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു ED റെയ്ഡിന് സുരക്ഷ ഒരുക്കിക്കൊണ്ട് CRPF ഉദ്യോഗസ്ഥർ ഈ വീടിന് മുൻപിൽ അണിനിരന്നിട്ടുണ്ട്. ഈ വീടിന്റെ ഗേറ്റ് നിലവിലിപ്പോൾ അടച്ച് കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. മുൻപ് നമ്മളിപ്പോൾ ആദ്യം വന്നപ്പോൾ ഒരു 9 മണിയോടുകൂടി ഇവിടെ വന്നപ്പോൾ ആ ഗേറ്റ് തുറന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ CPM നേതാക്കളും പ്രവർത്തകരും വന്നതോടുകൂടി ആ ഗേറ്റ് അടയ്ക്കുകയായിരുന്നു. എന്തായാലും ആ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രവർത്തകർ. ഞങ്ങൾ